ഈ വേദിയിൽ നമുക്കെല്ലാവർക്കും ഹൃദയമായിട്ട് വർത്തിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ തന്നെയായി നമ്മളിൽ ഓരോ നിമിഷത്തിലും എത്തിച്ചേരുന്ന ലോകാരാധ്യയായിട്ടുള്ള നമ്മുടെ അമ്മ, വേദിയിലുള്ള അതുല്യ കലാകാരൻ ദേവേട്ടൻ, ശ്രീമൻ രഘു, ഈ മഹാപ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കാതെ എത്രയോ വർഷമായിട്ട് സേവനനിരതരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ മക്കൾ എല്ലാവർക്കും, മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് വേദിയിൽ പറഞ്ഞ അതേ ഒരു പ്രസംഗത്തിന്റെ അതേ ഭാഗം എനിക്ക് വേണ്ടിയിട്ട്, ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല, എന്നിൽ കൂടുതൽ ഊർജം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇവിടെ പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ആശ്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാം കുറച്ച് വേദന അനുഭവിച്ചതിനു ശേഷം അന്ന് ഒരു വലിയ പരിപാടിയിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഹിമാലയത്തിൽ നിന്ന് ധാരാളം മഞ്ഞുകട്ടകൾ ഉരുകി വെള്ളമായിട്ട് താഴേക്ക് വരുമ്പോൾ അത് പല പല നദികളിലൂടെ ഒഴുകി മുന്നോട്ട് പോകുമ്പോൾ ആ നദിക്ക് പല സ്ഥലത്തും തടസ്സങ്ങളുണ്ടാകും. ആ നദിയിൽ നിന്ന് കർഷകർ അവരുടെ കൃഷിഭൂമിയിലേക്ക് വെള്ളമെടുക്കും. ആ നദി പുണ്യസ്നാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളം എത്താത്ത ഒരു പ്രദേശം പോലും ഉണ്ടാകില്ല. അതുപോലെ നമ്മുടെ അമ്മ ഊർജദായിനിയായി ആ ഹിമവാന്റെ മുകൾ തട്ടിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങുന്നത് പോലെ ലോകം മുഴുവനുമുള്ള മനുഷ്യരിലേക്ക് ആധ്യാത്മിക പ്രവാഹത്തിന്റെ ആ ജലധാരകൾ വർഷിച്ചുകൊണ്ടേയിരിക്കും. അത് ഏറ്റവും കൂടുതൽ കൈക്കുമ്പിളിൽ എടുക്കാൻ ആർക്കാണോ ഭാഗ്യം സിദ്ധിക്കുന്നത് അവരിൽ കൂടുതൽ കൂടുതൽ അമ്മയുടെ ഓരോ പ്രവൃത്തിയും പ്രോജ്വലിച്ചു കൊണ്ടിരിക്കും എന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ ഓരോ സമയത്തും നിങ്ങൾ പണിയെടുക്കുന്നത് പോലെ അമ്മയുടെ പ്രസ്ഥാനത്തിനു വേണ്ടി പണിയെടുക്കാൻ സാധിക്കാതെ ഇരിക്കുമ്പോൾ ഒരു സന്യാസി, കാവ്യ വസ്ത്രധാരിയായിട്ടുള്ള സന്യാസി അമ്മയോട് പറയുകയാണ്, ഈ ശോഭാ സുരേന്ദ്രൻ എന്താണ് വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും പലപ്പോഴും വരുന്നില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, നിനക്ക് ഉത്തരാഖണ്ഡിലാണ് ജോലി, അപ്പൊ ഉത്തരാഖണ്ഡിലെ പ്രവർത്തനമാണ് നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവളുടെ പണി എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ ആ അമ്മയുടെ വാക്കുകളിൽ നിന്ന് അന്ന് കിട്ടിയ ആ ഊർജമുണ്ടല്ലോ. അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ ഓരോരുത്തരും അമ്മയുടെ സ്നേഹവും അമ്മയുടെ പ്രവൃത്തിയും അമ്മയുടെ വാക്കുകളും അത് ഊർജമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ ഓരോ തൃശ്ശൂരിലെ സന്ദർശനം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല മുഴുവൻ പുളകിതമാവുകയാണ്. കാരണം ആ തൃശ്ശൂർ ജില്ലയിലെ ഓരോ മനുഷ്യരും ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടും വരാൻ സാധിക്കാത്ത എത്രയോ പാവപ്പെട്ട ആളുകളുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇവിടെ ഈ സമയത്ത് എത്തും എന്ന് ഞാൻ കരുതിയില്ല. എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജോലി, ആ ജോലി മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ച്, കാരണം അമ്മയുടെ ഇവിടെ നിന്ന് എന്റെ ഒരു സഹോദരൻ വിളിക്കുകയാണ്, അപ്പൊ എപ്പോഴാ വരുന്നത്? അപ്പൊ ഞാൻ വൈകുന്നേരം വരാനായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത. അമ്മയെ കാണാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ഇന്ന സാരി ഉടുക്കണം എന്ന് ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആർഭാടപ്രിയായിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ ശരീരത്തിൽ ഒരു നല്ല വെളുത്ത ഒരു തുണി എനിക്ക് എൻ്റെ അമ്മയുടെ ആ കഴുത്തിലൂടെ ഒരു സൈഡിലൂടെ ഇങ്ങനെ ഇടണം എന്ന് ഞാൻ 3 തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങി ഞാൻ അങ്ങനെ തൃശ്ശൂരിലെ ദർശനത്തിന് ഇന്നലെ മുതൽ എൻ്റെ കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊഴിച്ച് ബാക്കി ഞാൻ ഉടുക്കണം എന്ന് തീരുമാനിച്ച തുണി ഉടുക്കാൻ അമ്മ എന്നെ അനുവദിച്ചില്ല. കാരണം
ഞാൻ ഇന്നിവിടെ നിൽക്കണം എന്നുള്ളതാണ് അമ്മയുടെ ആഗ്രഹം. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്ന് അമ്മ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ആഗ്രഹം വ്യക്തികളിലൂടെ അത് നമ്മൾ ലോകത്തിന് പ്രദാനം ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ അമ്മയുടെ മുന്നിൽ വന്ന് അമ്മയെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചുവെങ്കിൽ അതിലപ്പുറം എന്താണ് പറയാനുള്ളത്? അപ്പൊ ലോകം നോക്കുമ്പോൾ വള്ളിക്കാവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അല്ലെ, ഒരു കൊച്ചു കുടിലിൽ, ആ കുടിലിൽ നിന്ന് വെളുത്ത ശുഭ്ര വസ്ത്രധാരിണിയായിട്ടുള്ള നമ്മുടെ അമ്മ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ മകുടമായിട്ട് ലോകം മുഴുവൻ വിരാജിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ആ അമ്മയെ തൊടാൻ സാധിക്കുന്ന അമ്മയുടെ മണം, അമ്മയുടെ അരികിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഊർജം, അതൊന്നും വേറൊരാളോട് പറഞ്ഞറിയിക്കാൻ ഒരുപക്ഷെ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ വന്നിട്ടുള്ളത്, ഞാൻ വള്ളിക്കാവിൽ പോകുന്നത് ആ അമ്മയുടെ മണം മൂക്കിലൂടെ അങ്ങനെ എന്നിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അമ്മയെ അകലെ ഇരുന്ന് നോക്കാറുണ്ട്. അമ്മ ആളുകളെ, എത്ര ആളുകൾക്കാണ് കാരുണ്യമൂർത്തിയായിട്ട് ഭവിക്കുന്നത്, വർത്തിക്കുന്നത്. അങ്ങനെയുള്ള നമ്മുടെ അമ്മയെ നമ്മൾ തൊട്ടാലും തൊട്ടില്ലെങ്കിലും, നമ്മൾ അമ്മയെ 100 തവണ കണ്ടാലും കണ്ടില്ലെങ്കിലും, അമ്മ ആഗ്രഹിക്കുന്ന പ്രകൃതിയിൽ ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടാകണമെന്നാണ്. അമ്മ ആഗ്രഹിക്കുന്ന ഈ പ്രകൃതിയിൽ നന്മയുണ്ടാകണം എന്നാണ്. അമ്മ ആഗ്രഹിക്കുന്നത് തന്നെയാണ് നമ്മെ ഈ ആധ്യാത്മിക ജ്ഞാനത്തിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ജപിക്കുന്നത് ആ ദേവിയെയാണ്. ആ ദേവി നമ്മുടെ മുന്നിൽ വെളുത്ത വസ്ത്രത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മയെ കാണാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സാധിച്ചതിന് ഞാൻ തീർച്ചയായിട്ടും കൃതജ്ഞതയുള്ള ആളാണ്. എൻ്റെ അമ്മയുടെ കാൽപാദങ്ങളിൽ എൻ്റെ വാക്കുകൾ അർപ്പിച്ചുകൊണ്ട്